നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1-2 മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. അങ്ങനെ നമ്മൾ കാണുന്ന രേവതി വീട്ടിലേക്ക് വരുന്ന സമയത്ത് സച്ചി ആദിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയണം. ആദിക്ക് ചോറ് വാരി ശ്രുതി കൊടുത്തെന്നൊക്കെ പറയണം. അത് കേട്ട് ഇനിയിപ്പോ രേവതിക്ക് അത്ഭുതമായിരുന്നു. ശ്രുതിയോ? ശ്രുതി അങ്ങനെയൊക്കെ ചെയ്യുവോന്ന് ചോദിക്കാം. ചെയ്യുവോന്നോ? എത്ര സ്നേഹത്തോടെയാണെന്നറിയോ അടുത്ത് വിളിച്ചിരുത്തി ചോറൊക്കെ വാരി കൊടുത്തേ. എനിക്ക് തന്നെ അത്ഭുതം തോന്നിയെന്ന് പറയണം. പക്ഷെ രേവതിക്കോ സച്ചിക്കോ അറിയത്തില്ലോ സ്വന്തം മോനാണ് ആദി ശ്രുതിയുടെ എന്നുള്ള കാര്യം. അതുകൊണ്ട് അവർക്കാണെങ്കിൽ ഒരു സംശയവും കാര്യങ്ങളും തോന്നിയില്ല. അപ്പം കുഞ്ഞുപിള്ളേരുടെ ഒരു സ്നേഹം കൊണ്ട് അത്രേ അവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് സച്ചി അങ്ങോട്ടേക്ക് കയറി പോവാണ്. ഈ സമയത്ത് രേവതി വിമലയുടെ ആദ്യയുടെ അടുത്തേക്ക് എത്തുകയാണ്. പിന്നീട് വിമലയോട് പറഞ്ഞു, അതെ ഒരു കഞ്ചി ആന്റി, ഇവന്റെ കണ്ണിന്റെ കെട്ടഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം നിന്നിട്ടൊക്കെ പോയാൽ മതി എന്ന് പറയും. അതൊന്നും ശരിയാകത്തില്ല മോളെ, നാളെ തന്നെ പോണെന്ന് പറയാ. അല്ല ആന്റി ഒരു കാര്യം ചെയ്യാം, ആന്റിയുടെ മോളുണ്ടല്ലോ, മോളെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറ. ഞാനിവിടെ കുറച്ച് ദിവസം നിൽക്കുക, അല്ലെങ്കിൽ ആന്റിയുടെ മോളോട് ഇങ്ങോട്ടേക്ക് വരാൻ പറ. ഇനി ഇപ്പൊ ആന്റിയെ കൊണ്ട് തന്നെ പറ്റില്ല ഇവനെയൊക്കെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാൻ. ആദ്യം വളർന്നുകൊണ്ടിരിക്കുകയല്ലേ, ആദ്യയുടെ പുറകെ ഓടാനായിട്ടൊക്കെ ആന്റിക്ക് പറ്റുമോ എന്നൊക്കെ ചോദിക്കുക. അത് കേട്ട് കഴിഞ്ഞപ്പത്തിനും വിമൽ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല മോളെ, ഞാൻ തന്നെ ഇവനെ മാനേജ് ചെയ്തോളാം എന്നൊക്കെ പറയണം. അപ്പൊ ഇതെല്ലാം കേട്ടോണ്ട് ശ്രുതി അവിടെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കുമാണ് വർഷയും ശ്രീകാന്തും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. വർഷം വന്നിട്ട് എങ്ങനെയുണ്ട് ആദി, കുറവുണ്ടോ കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കണം. വേദന കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കാം. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, കുറവുണ്ട് ആന്റി എന്നൊക്കെ പറയാം. അത് കേട്ടപ്പോ ശ്രീകാന്ത് പറഞ്ഞു, അതെ നല്ലവണ്ണം ശ്രദ്ധിക്കണം എന്നൊക്കെ പറയണം. വിമല പറഞ്ഞു, ഞങ്ങൾ ശരിക്കും നോക്കുന്നുണ്ട് മോനെ. ഇനി എന്താണെങ്കിൽ നാളത്തെ കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീട്ടിലേക്ക് അങ്ങോട്ട് പോകാന്നൊക്കെ പറയണം. അങ്ങനെ അവർ സംസാരിച്ച് ഇരിക്കുന്ന സമയത്ത് ശ്രീകാന്ത് പതുക്കെ അകത്തേക്ക് അങ്ങോട്ട് പോകാൻ തുടങ്ങുവാണ്. ആ സമയത്ത് രേവതി വിമലോട് പറഞ്ഞു, ആന്റി ഒരു കാര്യം ചെയ്യുക, ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയാൽ മതി. അത് കേട്ടോ വർഷം പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യമാണ്, ഇവിടെ നിൽക്കാൻ പറയാണ്. ഇവിടെ നിൽക്കുവാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ, നന്നായിട്ട് കണ്ണൊക്കെ ഭേദമായിട്ട് പോയാൽ മതി. ഒരു പക്ഷേ ഇനി കണ്ണിന്റെ കെട്ടഴിക്കണ സമയത്ത് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ലോ എന്ന് അറിയത്തില്ലോ എന്നൊക്കെ പറയണം. അത് കേട്ടപ്പോ ശ്രുതിക്ക് സഹിച്ചില്ല. ഒരാഴ്ചയും കൂടെ അമ്മയെ ആദ്യം ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? പെട്ടെന്ന് അവിടെ ഒരു പാൽപാത്രം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ പാൽപാത്രം എന്ത് ചെയ്യണം, അപ്പൊ അതൊക്കെ കൈയും കൊണ്ട് തട്ടി താഴേക്ക് ഇടുകയാണ് ശ്രുതി. ഈ കാഴ്ച ശ്രീകാന്ത് കണ്ടു കൈയും കൊണ്ട് ഇങ്ങനെ മനഃപൂർവ്വം തട്ടി താഴെ ഇടുന്നേ. എന്നിട്ട് ശ്രുതി ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ നിൽക്കണം. അയ്യോ അറിയാതെ താഴെ പോയതാന്നും പറഞ്ഞുകൊണ്ട് രേവതി എന്നിട്ട് പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല എന്ന് പറയണം. ആ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോ വിമലയ്ക്ക് കാര്യം മനസ്സിലായി എന്താന്ന്. കാരണം ദേഷ്യം കൊണ്ട് ശ്രുതി ചെയ്തു പോയതെന്നുള്ള കാര്യം വിമല പെട്ടെന്ന് തന്നെ ആദ്യം വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയത്ത് പിന്നീട് വർഷം മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. വർഷം മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് ശ്രീകാന്തിനോട് എന്താ ശ്രീകാന്ത് ഇങ്ങനെ ആലോചന? ഒന്നുമില്ലാന്ന് പറയാം. അല്ല എന്തോ കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ട്, എന്താണെങ്കിലും എന്നോട് പറ. അത് പിന്നെ ഞാൻ ആലോചിക്കുന്നേ, ശ്രുതിയുടെ അടുത്ത് എന്തിനാണ് ആ പാൽപാത്രം തട്ടിമറിച്ചെന്നോ? അതറിയാതെ കൈ തട്ടി താഴെ വീണതല്ലേ? അതൊന്നും അല്ല. എനിക്ക് തോന്നേ ഏടത്തേക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. എന്ത്? ആദ്യം ആന്റി വിമലാന്റി ഇവിടെ നിൽക്കുന്നത് കാരണം രേവതി അടുത്ത് പറഞ്ഞില്ലായിരുന്നു ഒരാഴ്ച ഇവിടെ നിന്നോളാൻ, അവർക്ക് ഇഷ്ടപ്പെടാത്തോണ്ടാന്ന് തോന്നിയെന്ന് പറയണം. അങ്ങനെ പറഞ്ഞോ? പറയേണ്ട കാര്യമില്ലല്ലോ. ഒരു പക്ഷെ അവരുടെ മുറിയല്ലേ കൊടുത്തിരിക്കുന്നത്, അപ്പൊ മുറി കിടക്കാൻ പറ്റുന്നില്ലോ. അപ്പൊ അതിന് ദേഷ്യം കാണും. ഒരാഴ്ചയും കൂടെ നിന്ന് അവർ പുറത്ത് കിടക്കണ്ടേ, അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. അവരോട് അങ്ങനെയൊക്കെ രേവതി അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് ശ്രുതി അടുത്ത് ആ പാൽപാത്രം തള്ളിയിട്ടേന്ന് പറയാം. എന്റെ കണ്ണും കൊണ്ട് ഞാൻ കണ്ടാന്ന് പറയണം. ഇത് കേട്ടപ്പം വർഷം പറഞ്ഞു, അങ്ങനെയാണിത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല, ഒന്ന് ചോദിക്കണമല്ലോ എന്ന് പറയണം. വേണ്ട ചോദിക്കായിരുന്നു, നീ പോണ്ടെന്ന് പറയാം. അതെന്ത് പരിപാടിയാ ശ്രീകാന്ത പറയണേ? എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല, ഞാനൊന്ന് പോയി ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, നേരെ വർഷ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുവേണം. അങ്ങനെ ശ്രുതിയുടെ അടുത്ത് ചെന്നിട്ട് വർഷം പറഞ്ഞു, ശ്രുതിയുടെ അടുത്ത് ചെന്നിട്ട് വർഷം പറഞ്ഞു, അല്ല ശ്രുതിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ വിമലാന്റിയും ആദ്യം ഇവിടെ നിൽക്കുന്നോണ്ട് എന്ന് ചോദിക്കണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ശ്രുതി പറഞ്ഞു, എന്ത് ബുദ്ധിമുട്ട്? എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാന്ന് പറയാം. അല്ല നിങ്ങൾക്ക് കിടക്കാൻ മുറിയില്ലല്ലോ, അപ്പൊ നിങ്ങൾ ഹാളിൽ കിടക്കുന്നോണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. കുഴപ്പമൊന്നുമില്ല, അവരിവിടെ നിന്നോട്ടെ എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോ വർഷം പറഞ്ഞു, എനിക്കറിയാം നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന്, അതുകൊണ്ടല്ലേ ആ പാൽപാത്രം മനഃപൂർവ്വം കൈകൊണ്ട് തട്ടിയിട്ടെന്ന് ചോദിക്കണം. അയ്യോ ഞാൻ മനഃപൂർവ്വം ഒന്നും അല്ല, എന്നോട് ശ്രീകാന്ത് പറഞ്ഞല്ലോ ശ്രുതി മനഃപൂർവ്വം ചെയ്താന്നുള്ള കാര്യം. അത് കേട്ടപ്പോ ശ്രുതിക്ക് ആ പാടൊരു നാണക്കേട്. ശ്രുതി പറഞ്ഞു, അങ്ങനെ ചെയ്തൊന്നുമല്ല, അത് ചിലപ്പോ ശ്രീകാന്തിന് തോന്നിയതായിരിക്കും എന്നൊക്കെ പറയണം. ആ സമയത്ത് വർഷം നിന്നൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് അവരിവിടെ നിൽക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ആന്റിയോട് പോയി പറയാം എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാനായിട്ട്, അപ്പൊ പിന്നെ കുഴപ്പമില്ലോ, ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ പറയണം. അങ്ങനെ എന്ത് ചെയ്യണം, വർഷം കൂടെ പോകാൻ തുടങ്ങുമ്പോൾ ശ്രുതിയെ കയ്യിലേക്ക് കയറി പിടിച്ചു. വേണ്ട വർഷേ, അവരോട് നിന്നോട്ടെ, എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറയണം. പിന്നീട് വർഷം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ശ്രുതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ആകെപ്പാടെ പ്രശ്നത്തോട് പ്രശ്നം ആയിക്കൊണ്ടിരിക്കുക.
ആദ്യം അമ്മ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയില്ലെങ്കിൽ തന്റെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. അപ്പോഴേക്കും രേവതി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ശ്രുതി ഞാൻ പാലെടുപ്പത്ത് വെച്ചിട്ടുണ്ടെന്ന് നോക്കണമെന്ന് പറയണം. ശരിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. സച്ചി വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി പൗഡറമ്മേ, ഭയങ്കര ആലോചനയാണല്ലോ, 2-3 ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നു. എന്ത് കാര്യമായിട്ട് ആലോചന എന്നൊക്കെ ചോദിക്കണം. അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, ഞാൻ ആലോചിക്കുന്ന കാര്യമൊക്കെ സച്ചിയോട് പറയാൻ പറ്റുമോന്ന് ചോദിക്കണം. ഓ പറയണ്ട, ഞാനങ്ങ് ചോദിച്ചെന്നുള്ളൂ. അല്ല ഇന്നലെ ആദ്യം കൊണ്ട് വന്ന സമയത്ത് മുറി കിടത്തിക്കോളാൻ പറയുന്നു, ചോറ് വാരി കൊടുക്കുന്നു, ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് ചില സംശയം എന്നും പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് പോവാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ശ്രുതിയുടെ നെഞ്ചി പടവെടുപ്പ്. കാരണം ഇനിയിപ്പോ സച്ചിക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടാണോ സച്ചി ഇങ്ങനെ പറയണേന്ന്. കാരണം തന്നെ കുറിച്ചുള്ള കള്ളത്തരങ്ങളൊക്കെ തന്റെ മോനാണ് ആദ്യം എന്നുള്ള കാര്യം അറിഞ്ഞിട്ടാണോ, അങ്ങനെയാണെങ്കിൽ താൻ ഭയക്കേണ്ടിയിരിക്കുന്നു എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ്. ഈ സമയത്ത് സച്ചി എന്ത് ചെയ്യണം, സച്ചി അന്ന് മൈൻഡ് ചെയ്ത് അങ്ങോട്ട് കയറിപ്പോയി. സച്ചി വേറൊന്നും വെച്ച് പറഞ്ഞതല്ല, സച്ചി ഓർത്തെ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് കാണിച്ചായിരിക്കുന്ന. പക്ഷെ മോനാണെന്ന് സച്ചിക്കും അറിയത്തില്ലല്ലോ. പിന്നെ രാത്രി കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതിയും രവീന്ദ്രനും കൂടെ ഒരു ഓട്ടോറിക്ഷ വന്ന് വീട്ടിലേക്ക് ഇറങ്ങുവാണ്. അവരവര് ക്ഷേത്രത്തിൽ പോയേക്കുമായിരുന്നു. അങ്ങനെ ക്ഷേത്രത്തിൽ പോയി ഇറങ്ങുന്ന സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു, ഞാനേ അശോകന്റെ അടുത്ത് വരുന്ന് പോയിട്ട് വരാന്ന് പറയണേ. ഈ സമയത്തോ? അതെ, അശോകന്റെ കൊണ്ട് പ്രസാദം കൊടുക്കണം. അത് നാളെ കൊടുക്കാൻ രവിയേട്ടാ, അതൊന്നും കുഴപ്പമില്ല, ഇന്ന് കൊണ്ടേ കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ അങ്ങോട്ടേക്ക് പോവാ. ഈ സമയം ചന്ദ്രമതി അകത്തേക്ക് അങ്ങോട്ട് കയറി വരുവാണ്. അങ്ങനെ അകത്തേക്ക് കയറി വരുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞപ്പത്തിന് ആദ്യം അവിടെ കറങ്ങത്തെ കസാലിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രമതി ഇരിക്കുന്ന കസാലയാണ്. അത് കണ്ടു കഴിഞ്ഞപ്പത്തിന് ചന്ദ്രമതി കൊട്ടും അങ്ങോട്ട് സഹിച്ചില്ല. ചന്ദ്രമതി പെട്ടെന്ന് എന്ത് ചെയ്യണം, തന്റെ ബാഗൊക്കെ കൊണ്ട് ആ കട്ടിലേക്ക് ഇട്ടിട്ട് വന്നിട്ട് ആദ്യോട് ചോദിച്ചു, എടാ നിന്നോട് ആരുടെ ഇവിടെ കയറി ഇരിക്കാൻ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പത്തിനും ആദ്യം ഒന്നും മിണ്ടിയില്ല. എടാ നിന്നോടാ ഞാൻ ചോദിച്ചേ, നിനക്കത് ചെവി കേട്ടുകൂടെന്ന് ചോദിക്കുകയാണ്. അതേടെ ബാധിച്ചു, നിങ്ങൾ ആരാന്ന് ചോദിക്കണം. എടാ എന്റെ വീട്ടിൽ കയറി വന്നിട്ട് ഞാൻ ആരാന്ന് ചോദിക്കുന്നു. ഇത്തിരി ഇല്ലാത്ത കുഞ്ഞിനോട് ചന്ദ്രമതി ഭയങ്കരമായിട്ട് കിടന്ന് ദേഷ്യപ്പെടുവാണ്. ആദ്യക്കാണ് ഭയങ്കര വിഷമമായിപ്പോയി. അപ്പോഴേക്കും വിമല അങ്ങോട്ട് വന്നു. വിമല വന്നിട്ട് എന്താ എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. എന്താ പ്രശ്നം എന്ന് അറിയത്തില്ലല്ലേ? നിങ്ങളുടെ കൊച്ചുമോനുണ്ടല്ലോ ഈ ചേര കയറി ഇരുന്നു അത്തെ കിടന്ന് ആടിക്കൊണ്ടിരിക്കുക. അതിന്റെ കാലൊക്കെ ഇളകി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുതിയത് വാങ്ങി തരുമോ? ഇത് ഞാനിരിക്കുന്ന ചേറ എന്നൊക്കെ പറയണം. അത് കേട്ടപ്പോ വിമല ആദ്യോട് പറഞ്ഞു, മോനെ ഇങ്ങോട്ട് എഴുന്നേക്കാൻ പറയണം. ഇത് കേട്ടപ്പോ ആദ്യം പറഞ്ഞു, ഞാൻ ഇരുന്നോർത്തത് ഒടിഞ്ഞു പോകാനൊന്നും പോകുന്നില്ല അമ്മൂമ്മ എന്ന് പറയണം. അതൊന്നും വേണ്ട, മോൻ ഇങ്ങോട്ട് എഴുന്നേക്കാനും പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ കയ്യെ പിടിച്ച് അങ്ങോട്ട് എഴുന്നേപ്പിക്കുകയാണ്. ആ സമയത്താണ് സുധി അങ്ങോട്ടേക്ക് വരുന്നത്. സുധി വന്നിട്ട് ചെന്ത അമ്മയുടെ ഒരു ബഹളം താഴെ കേൾക്കാമല്ലോ എന്ന് പറയണം. അത് പിന്നീട് മോനെ ഞാൻ കയറിയിരിക്കുന്ന കസാര കയറി ഇവൻ കയറി നാടുന്നു. ആ കസാര എങ്ങനെ പോയിട്ടുണ്ടെങ്കിലോ, ഒടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കണം. ശ്രുതി വന്നു. ശ്രുതിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ശ്രുതി ഒന്നും മിണ്ടാ നിൽക്കുകയാണ്. താൻ എന്തെങ്കിലും പറഞ്ഞാൽ തീർന്നു. അപ്പോഴേക്കും ശ്രുതിയോട് പറഞ്ഞു, നിന്നോട് ഞാൻ പറഞ്ഞല്ലായിരുന്നോ ഇവരെ എത്രയും പെട്ടെന്ന് നീ പറഞ്ഞു വിടണമെന്ന്. നീ എന്നിട്ട് എന്താ ശ്രുതി ഒന്നും ചെയ്യാതിരുന്നെന്ന് ചോദിക്കണം. ശ്രുതി ദയനീയമായിട്ട് വിമലയെ ഒന്ന് നോക്കണം. എന്ത് മറുപടി പറയാൻ പറ്റും? തന്റെ അമ്മയാന്നുള്ള കാര്യം പറയാൻ പറ്റുമോ? ആ സമയത്താണ് കഷ്ടകാലത്തിന് രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. രേവതി നേരെ പോയി ചീറുവാണ് ചന്ദ്രമതി. നീ ഒറ്റയൊരുത്തി കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. വഴിയെ പോകുന്ന വയ്യാവിലെല്ലാം വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരും. എന്നിട്ടോ ഇപ്പൊ എന്തായി, എങ്ങനെയായി കാര്യങ്ങളൊക്കെ കണ്ടില്ലേ? കുടുംബം തന്നെ നശിച്ചു പോകുന്ന പോലെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങൊന്നോ കിടക്കുന്ന ഒരു ചെറുക്കനെയും അതിന്റെ അമ്മയും കൂടെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നു. ഇതെന്താ അനാഥ മന്ദിരമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ചീത്ത പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം ഭയങ്കര സങ്കടമായിപ്പോയി രേവതിക്കാണെങ്കിലും അതുപോലെ തന്നെ ശ്രുതിക്കാണെങ്കിലും. പക്ഷെ പ്രതികരിക്കാൻ പറ്റില്ല ശ്രുതിക്ക്. താനിവിടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിയെന്നറിയാം. അപ്പോഴേക്ക് സച്ചി അങ്ങോട്ടേക്ക് വന്നു. സച്ചി വന്നിട്ട് എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കണം. രേവതി കാര്യം എന്ന് വെച്ചാൽ പറയണം. ഓ അതാണ് ആ കാര്യം, അതിനകത്തെല്ലാം വലിയ കഥയൊന്നുമില്ല. അമ്മയുടെ ആ ചെയർ ഒടിഞ്ഞു പോയിട്ടൊന്നുമില്ലല്ലോ. പിന്നെ ആ ചെയറിൽ കൊച്ചു കയറി ഇരുന്നോർത്ത് ഒന്നും സംഭവിക്കാനും പോകുന്നില്ലെന്ന് പറയാം. ചന്ദ്രമതിക്ക് ഒട്ടും അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ചന്ദ്രമതി എന്ത് ചെയ്യാണ്, ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് സച്ചിയോട് വിമല പറഞ്ഞു, അതെ മോനെ ഞങ്ങൾ ഇനി ഇവിടെ നിൽക്കുന്നില്ല, ഞങ്ങൾ പോയിക്കൊള്ളാന്ന് പറയാം. എങ്ങോട്ട് പോകാനായിട്ട്? മര്യാദയ്ക്ക് ഇവിടെ നിന്നാൽ മതി. നാളെ ഡോക്ടർ കണ്ണിന്റെ കെട്ടഴിക്കട്ടെ ആദ്യക്കുട്ടന്റെ, അതിനുശേഷം ഡോക്ടർ എന്നെ പറയണമെന്ന് അറിഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്തോ വിമലയ്ക്ക് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം തോന്നുവാണ്. തന്റെ ആരുമല്ല ഇവന്, എന്നിട്ട് പോലും ഇവൻ തന്നെ ഇത്രയധികം കാര്യമായിട്ട് സ്നേഹിക്കുന്നുണ്ടല്ലോ സച്ചി എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട്. പിന്നീട് ചന്ദ്രമതി എന്ത് ചെയ്യണം, അകത്തേക്ക് കയറി ചെല്ലുമ്പത്തിന് സുധി അങ്ങോട്ട് ചെന്നു. സുധി എന്നിട്ട് പറഞ്ഞു, അമ്മേ അവരിന്നെങ്ങനെ പോവെന്ന് ചോദിക്കാം. അതെനിക്കെങ്ങനെ അറിയാം? നീ നിന്റെ ഭാര്യ അങ്ങോട്ട് കൂടിച്ചേർന്നല്ലേ പറഞ്ഞേ. ഓ മുറി ഞങ്ങൾ കൊടുത്തോളാം, അവരിവിടെ കിടക്കട്ടെ എന്നൊക്കെ. അതിന് അവരിപ്പോ ഒരാഴ്ച നിന്നാലും നിനക്കെന്താ കുഴപ്പമെന്ന് ചോദിക്കും. അതല്ലമ്മേ, എനിക്കാണെങ്കിൽ ഭയങ്കര നടുവിന് വേനയൊക്കെയാ. പകല് മുഴുവൻ പണിയെടുത്തിട്ട് വരുന്നതല്ലേ, എവിടെയെങ്കിലും നീണ്ടു തുറന്ന് കിടക്കണം. ഈ തറയെ കിടക്കാൻ എനിക്ക് പറ്റില്ലാത്തോണ്ടാന്ന് പറയണം. ഇത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു, നീ നിന്റെ ഭാര്യയുടെ എന്ന് പറ, അവളും കൂടെ കൂടിച്ചേർന്നല്ലേ അവരിവിടെ പിടിച്ചു നിർത്തിയത്. അപ്പൊ നീ ഇതൊന്നും ഓർത്തില്ലേന്ന് ചോദിക്കണം. അത് കേട്ടപ്പം ഭയങ്കര സങ്കടമായിപ്പോയി ശ്രുതിക്ക്. ശ്രുതി പറഞ്ഞു, അമ്മേ ദേ മിണ്ടാതെ അവിടെ ഇരുന്നോണം, അമ്മയമ്മയെന്ന് വിളിച്ചേക്കരുതെന്ന് പറയണം. ആ സമയം
ആ ശ്രുതി അങ്ങോട്ടേക്ക് വന്നു. ശ്രുതിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു, ശ്രുതി അവരെ ഒന്ന് പറഞ്ഞു വിടാവോ? അവരെ പറഞ്ഞു വിടുവാണെങ്കിൽ നമുക്ക് മുറിയെങ്കിലും എടുക്കായിരുന്നു. ഇതിപ്പം മുറിയില്ല, ഒന്നുമില്ല, ശരിക്കും നേരെ ഒന്ന് കിടക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയാണ്. ശ്രുതിക്ക് നല്ല കട്ടക്കലിപ്പായിരുന്നു. ശ്രുതി പറഞ്ഞു, എപ്പം നോക്കിയാലും ശ്രുതിക്ക് ഈ മുറിയുടെ ചിന്ത മാത്രമേ ഉള്ളൂ. മുറി 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 ഇത് മാത്രമുള്ളോ? 2 ദിവസം നിലത്ത് കിടന്ന് എന്താ കുഴപ്പമിരിക്കണം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചീത്ത പറയണം. അപ്പോഴേക്കും സച്ചിന്റെ അവധി അങ്ങോട്ട് വന്നു. അവർ അത്ഭുതത്തോടുകൂടി നോക്കുവാണ്. കാരണം ഇന്ന് വരെ ഇത്ര ദേഷ്യപ്പെട്ട് ശ്രുതിയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ശ്രുതി ഓർത്ത് താനിത് മാത്രമല്ലേ പറഞ്ഞുള്ളൂ, അതിന് തന്നോട് ഇവളെന്തിനാ ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ മനസ്സ് വിചാരിക്കുകയാണ്. എന്താ ഏതോ ഇവളുടെ മനസ്സിൽ ഈയിടെയായിട്ട് എന്തോ ഒരു ടെൻഷൻ കയറിയിട്ടാണെന്ന് തോന്നേ, അതാ ഇത്ര മാത്രം ഇവള് തന്നെ തന്നോട് ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ പറയണം. അങ്ങനെ അന്നത്തെ രാത്രി അങ്ങോട്ട് കഴിയുവാണ്. പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോഴത്തേനും സച്ചിൻ രേവതിയും കൂടെ അടുക്കളയിലാണ് സമയത്ത് സച്ചി രേവതിയോട് പറഞ്ഞു, അതെ പൗഡർ അമ്മയ്ക്ക് എന്താണെന്നറിയാവോ? ഇപ്പം ആദ്യക്കുട്ടിനോട് ഭയങ്കര സ്നേഹം എന്നറിയാമെന്ന് ചോദിക്കുക. ഇല്ല. അതെ, പൗഡറമ്മ ഇപ്പൊ ഒരു കുഞ്ഞിന്റെ അമ്മ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയണം. കുഞ്ഞിന്റെ അമ്മ ആകാനായിട്ടോ? അതെ സച്ചേട്ടൻ എന്താ മനസ്സിലായില്ലേന്ന് ചോദിക്കണം. ആ സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രുതിയുടെ പുറകെ ശ്രുതിയും വന്നു. അവർ രണ്ടുപേരും കേട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ശ്രുതിയുടെ മനസ്സിൽ ഇട്ടുകൂട്ടി. അങ്ങനെയാണെങ്കിൽ ശ്രുതിക്ക് പ്രഗ്നന്റ് ആകാൻ ആഗ്രഹമുണ്ടോ? അതാണോ ആദ്യൻ്റെ അടുത്ത് കുഞ്ചിക്കുകയൊക്കെ ചെയ്യുന്നത് എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. അപ്പോഴേക്കും രേവതി സച്ചിയോട് പറഞ്ഞു, ഇത് സച്ചേട്ടാ, അങ്ങനെ ഞാൻ സച്ചേട്ടൻ അങ്ങോട്ട് ഉറപ്പിച്ചോ? പിന്നല്ലാതെ ആദ്യയോടുള്ള ആ സ്നേഹമൊക്കെ കണ്ടറിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ എന്നൊക്കെ പറയണം. ഇതൊക്കെ കേട്ടപ്പോൾ ശ്രുതിക്ക് നല്ല ദേഷ്യം വന്നു. ശ്രുതി അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രുതിനെ അടിമടിയോ നോക്കി. എന്നിട്ട് പറഞ്ഞു, ആഹാ, നിന്റെ മനസ്സിൽ എത്ര നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് അറിയില്ലായിരുന്നു. എങ്കിലും എന്നോട് പറയാൻ മേലായിരുന്നോ? ഞാൻ സാധിച്ചു തരില്ലായിരുന്നു. ചോദിക്കും, എന്താഗ്രഹം? ഒരു കുഞ്ഞ് വേണമെന്നുള്ള. ഇതേ ശ്രുതി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇമാതിരി കാര്യം പറഞ്ഞുകൊണ്ട് വന്നേക്കരുതെന്ന് പറയാം. എന്താ? ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞേ? അപ്പൊ നീ അല്ലേ ഇന്നാള് പറഞ്ഞ നിനക്ക് കുഞ്ഞുങ്ങളൊന്നും വേണ്ടാന്നിപ്പം എന്ന് ശ്രുതിയോട് ചോദിക്കാം. അത് പിന്നെ അന്ന് പറഞ്ഞു, അന്ന് ജോലിയും കൂലിയൊന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പോഴങ്ങനെയല്ലോ എന്ന് പറയണേ. പിന്നെ ഇപ്പോഴെങ്ങനെയാ? ഇപ്പൊ എനിക്ക് സ്വന്തമായിട്ട് ബിസിനസ്സും കാര്യങ്ങളും ഉണ്ടല്ലോ. അതുകൊണ്ട് ഒരു കുഞ്ഞിനെ പോറ്റാനുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. എൻ്റെ കയ്യിൽ അതിനുള്ള പൈസയും കിട്ടുമെന്നൊക്കെ ശ്രുതി പറയാണ്. അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, അതുകൊണ്ട് മാത്രമായല്ലോ, തൽക്കാലത്തേക്ക് വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചീത്ത പറയണം. പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും വിമല എഴുന്നേറ്റ് അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുവാണ്. ഈ സമയം ശ്രുതി എഴുന്നേറ്റ് പൂജാമുറി പോയി മനോരി പ്രാർത്ഥിച്ചു. പിന്നീട് ഇത്തിരി ഭസ്മൊക്കെ എടുത്തുകൊണ്ട് വന്ന് ആദ്യയുടെ നെറ്റിയിലേക്ക് തൊട്ട് കൊടുക്കണം. ആരെങ്കിലും നോക്കുന്നുണ്ടോ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കി മുറിയിലേക്ക്. വരുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനാണ് അങ്ങോട്ട് കയറുന്നത്. പിന്നീട് ആദ്യം കെട്ടിപ്പിടിക്കുകയാണ്. ഈ സമയത്ത് ആദ്യം ചോദിച്ചു, കണ്ണിൻ്റെ കെട്ടഴിച്ച് കഴിയുമ്പോൾ എനിക്ക് അമ്മയെ കാണാൻ പറ്റുമോ? അമ്മ എനിക്ക് ആദ്യം കാണണം എന്നൊക്കെ പറയണം. കാണാമെന്ന് പറയണം. ഈ സമയം വിമല പറഞ്ഞു, മോളെ നീ അധികം നിൽക്കേണ്ട, ഇറങ്ങിപ്പോയിക്കോ, ഇനി ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാവെന്ന് പറയണം. അങ്ങനെ മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലും ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. ശ്രുതിയുടെ മനസ്സറിയാം, ഇന്ന് ഹോസ്പിറ്റലിലേക്ക് ചെല്ലണം. അവന് കഴിഞ്ഞ ദിവസം വാക്ക് കൊടുത്താണ്, ഹോസ്പിറ്റലിൽ ചെന്നില്ലെങ്കിൽ ആകെപ്പാടെ പണിയായി പോകും. അതുകൊണ്ട് എങ്ങനെയാലും ഹോസ്പിറ്റലിൽ പോയാൽ മതിയാവുള്ളൂ. ആ സച്ചിനും രേവതിയും കണ്ണു പിടിച്ച് വേണം പോകാനായിട്ട് എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരിക. അപ്പം എങ്ങനെ പോകുമെന്ന് ഓർത്ത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തിയേ മതിയാവുള്ളൂ. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.